ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ AJ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ തെറി ബീവി പല വേശി കാരണം പല ആൾക്കാരുടെ കൂടെ കിടന്നിട്ട് 2 പോത്ത് പോലത്തെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ആ നായിൻ്റെ മോള് ആ പല വേശി തെറി ബീവി ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിക്ക് ഒരാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അവരോട് പറയുന്നത് ഒരങ്ങനത്തെ തെറ്റിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ അറിയുകയും ചെയ്ത്. അപ്പോൾ തെറി ബീവിയെ നീ കണ്ടവൻ്റെ കൂടെ കിടന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യും കാലും പൊട്ടിച്ചതിന്, പിന്നെ എൻ്റെ സ്വന്തം മോൻ എന്നെ ലിപ് ലോക്ക് ചെയ്യുന്നത്, അതും ഇതൊക്കെ ആയിട്ട് ഇനി വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. നിന്റെ മോന് എന്നോട് കയപ്പ് തോന്നി ഞാൻ വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് പോലും ഒരു ലേശ ഉളുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും മര്യാദയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നീ ഞൊണ്ടിക്കാലും വെച്ച് നടക്കുന്നില്ല നായിൻ്റെ മോളെ, ഇനി തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ അരുണിനെ ചോദ്യം ചെയ്യാൻ വാ. അല്ലാണ്ട് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു ഓരോരുത്തരോട് വർത്താനം പറഞ്ഞിട്ട് ഓരോ നല്ലത് പറയുന്നത് ഡിലീറ്റ് ആക്കിയിട്ടും ഒരു മോശം പറയുന്നത് എടുത്തിട്ടിട്ടും എനിക്കൊരു മൈരും സംഭവിക്കാനില്ല. ഇത് ആര് കേൾക്കാനാന്ന് ഞാൻ പറഞ്ഞല്ലോ, തെറിത്താത്ത ബീവി, വെടിപ്പൊര ബീവി. പിന്നെ എല്ലാവർക്കുള്ള പണിയായിട്ട് ഞാൻ ഇറങ്ങാൻ പോയി. ഇനി അണക്കൊക്കെ ഏത് അറ്റം വരെ പോയിട്ട് ഇന്ന അരുണിനെ നാട്ടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ നാട്ടിച്ചോ, എനിക്കൊരു മൈരും സംഭവിക്കാനില്ല. ഇത് എൻ്റെ നല്ല സബ്സ്ക്രൈബർ കാണാനെ കണ്ടോട്ടെ, ഇനി മോശം സബ്സ്ക്രൈബർ കാണാനെ കണ്ടോട്ടെ. ഇതേമാതിരി ഒരു ഹസൻ എന്ന് പറഞ്ഞൊരു ചെങ്ങായി വന്നിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിന്നീനു. ഓനോടൊക്കെ എല്ലാവരും കൂടി പറയാ, എല്ലാവരും കൂടി ഉണ്ടാക്കി പോയി. എനിക്ക് താഴത്തെ രോമ ഈ തെരുത്താത്ത ബീവിയെ ഇനിയൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി എങ്ങനെ മുക്കറിട്ട് നടന്നാൽ എൻ്റെ എല്ലാവിധ പിക്ചർ അടക്കം ഞാൻ പുറത്താൻ കൊണ്ടുവരും. ഞാൻ വിചാരിച്ചു ഇനി അണ്ടിക്കുറപ്പില്ല തന്തയ്ക്കും തള്ളിക്ക് ഉണ്ടായതായിരിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാൻ പോയി നിന്നില്ലല്ലോ. ഒരാൾ വോയിസ് കോളിൽ പറയുന്ന നല്ല കാര്യം ഡിലീറ്റ് ആക്കിയിട്ട് മോശം കാര്യം ഇടുന്ന എന്നെ പോലത്തെ വെടീന എനിക്കൊന്നും പറയാനില്ല. ഇനി എല്ലാവർക്കും 1 by 1 ആയിട്ട് എല്ലാ സാധനത്തിനും ഞാൻ തരാം. ഈ പുള്ളയ്ക്കും അമ്മച്ചിക്കും ഉത്തരമില്ലാത്ത ആൾക്കാർക്കൊക്കെ എല്ലാത്തിനുള്ള ആൻസർ ഞാൻ തരാം. വേണ്ടാന്ന് വെച്ചിരിക്കുന്ന തലയിൽ കയറി കൊത്തുന്ന കുണ്ടിയെ പരിപാടിയില്ലേ, അതങ്ങ് മാറ്റിക്കോണ്ടി. ഇനി കാര്യം മനസ്സിലാക്കുക മക്കളെല്ലാവരും കൂടി. ഇനി നിങ്ങൾ 4-5 ആൾക്കാരും കൂടി ഒരുമ്പട്ട് ഇറങ്ങിയാലോ അരുണ് ഈ രോമ ഇത് ഇവിടുത്തെ രോമല്ല, താഴത്തെ രോമ. ഞാൻ എൻ്റെ മോന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വിളിച്ചിട്ട് ഓനെ ഞാൻ തോന്നാസം പറഞ്ഞാൽ ചൂടല്ല എനിക്ക്. എൻ്റെ മോനെ ആദ്യം പഠിപ്പിക്കണം. കണ്ടവരെ പെണ്ണുങ്ങളെ വയ്യ നടന്നിട്ട് ഓർക്ക് കമൻറ്റ് ഇടാനും വീഡിയോ ഇടാനും ഓനെ ആദ്യം പഠിപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കടത്താൻ വരിക. സ്വന്തം ഉമ്മാനെ കയറി ലിപ്പടിക്കുന്നോ എൻ്റെ പെങ്ങളടുത്തേക്ക് വരണം. നോക്ക് നല്ല അന്തസ്സിലൊരു ഭർത്താവുണ്ട്, സലീം എന്ന് പേരുള്ളത്. അതുകൊണ്ട് ഇനി എൻ്റെ പെങ്ങളടുത്തേക്ക് എൻ്റെ മോനെ കടത്താൻ വിടുന്ന. ഓൻ ഇനിയും വന്നാൽ ഞാൻ ഇനി ഓനെ അടിച്ചോൻ്റെ കയ്യും കാലും പൊട്ടിക്കുന്നു പറഞ്ഞാൽ പൊട്ടിക്ക് തന്നെ ചെയ്യും. ഇനി അതിൻ്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പറ്റിയെങ്കിൽ നീ കേസ് കൊടുക്ക് വെടിയേ. ഇനി ഭൂലോക വെടിയാന്നാണ്. ഇനി ദുബായി പോയിട്ട് ഏതോ ചെങ്ങായിൻ്റെ കൂടെ കിടന്ന് എൻ്റെ കാലാൻ്റെ ഭർത്താവ് ഇതുവരെ തിരിച്ചോടിച്ചില്ലേ. ഇനി അതിൻ്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പറ്റിയെങ്കിൽ പോയി കൊടുക്ക്. പര വേശി തേവിടിച്ചേ വെടിപ്പുര ബീവിയെ എനിക്ക് പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്. എൻ്റെ പേര് നോക്കിക്കോ, അരുൺ എന്നാണ് പേര്, കൂമുള്ളിയാണ് സ്വദേശം. ഇനി എനിക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ഇനി ചെയ്തോ. ഒരാളെ വോയിസ് ക്ലിപ്പ് കേട്ടിന്ന് വിചാരിച്ചിട്ട് പേടിച്ച് തൂറിപ്പോകുന്ന ആൾക്കാരല്ല. ചിലപ്പോൾ ചിലപ്പം പേടിച്ച് കരയുണ്ടാവും. ഓക്കെ, ഇങ്ങനത്തൊക്കെ കേട്ടാലേ അരുൺ ഒരു മായരും പേടിക്കല്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, പറ്റുന്നിടത്തോളം മോള് പോയിക്കോ, പറ്റുന്നിടത്തോളം ഞാനും പോവാം. നിങ്ങളെല്ലാവരും എവിഡൻസ്, അതായത് വിത്ത് എവിഡൻസിൻ്റെ കയ്യിലുണ്ട്. ഞാനിത് വേണ്ടാന്ന് വെക്കുന്നതനുസരിച്ച് നിങ്ങളൊക്കെ തലയിൽ കയറി വന്നിട്ട് ചൊറിയുക അല്ലേ. നല്ല ചൊറിച്ചിൽ കിട്ടുമ്പോൾ ഒരു സുഖം അറിയോ. സ്വന്തം കാര്യം നമ്മളൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മളെ തെറ്റ് മറച്ച് വെച്ചിട്ട് മറ്റുള്ളവരെ തെറ്റ് കണ്ടുപിടിക്കരുത്, കേട്ടിക്കല്ലേ. ഇങ്ങനെയൊക്കെ നല്ലതാണെങ്കിൽ, ഇങ്ങനെയൊക്കെ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായി നല്ല രീതിയിൽ നടക്കുന്ന തറവാട് പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ഒരാളാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഇത് 2-3 തന്തയ്ക്കൊക്കെ ഉണ്ടായവരാണെങ്കിൽ ഇങ്ങനെ പറയൂ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കാൻ മോൾ അനക്ക് ചെയ്യാൻ പറ്റുന്ന അറ്റം വരെയും ചെയ്തോ. ഇത് വേറെ ആർക്കും അല്ല, തെറി ബീവി, വെടിപ്പുര ബീവിക്കുള്ള മറുപടിയാണ്. ഓക്കെ കേട്ടോ മറ്റോളെ.